നമസ്കാരം, വെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോഡ്സ്റ്റൺ ഫാമിൻ്റെ അടുത്തുള്ള മറ്റൊരു ഫാം ഏരിയയിലാണ്. ഫാം ഏരിയ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫാം ഏരിയയാണ്. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ജീവികളെന്ന് പറഞ്ഞാൽ മാനുകൾ, മയില്, പിന്നെ ഡക്ക്, അതുപോലെ കുതിരകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ജീവികളെ നമുക്ക് അതിൻ്റെ നാച്ചുറൽ ആ ഒരു ഹാബിറ്റേറ്റിൽ കാണാൻ പറ്റും. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും ഇപ്പോൾ 5 മണി ടൈമാണ് കേട്ടോ. നമ്മൾ ശരിക്കും വ്ളോഗ് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പിലൊന്നുമല്ല വന്നത്. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കും നമുക്കിവിടെ മാന് വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഭയങ്കര തണുപ്പാണ്. ശരിക്കും ആരും റെഡി ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഈ തണുപ്പത്ത് നമ്മൾ ജസ്റ്റ് ഒരു ജാക്കറ്റ് മാത്രം ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരുടെയും നാക്ക് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തണുപ്പുണ്ട്. ഈ മാനിൻ്റെ വ്യൂ കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ നമ്മൾ പോകുന്ന ഏരിയയിലേക്ക് മാനുകൾ കൂട്ടത്തോടെ വരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താടാ ഉണ്ടാ? 2 കണ്ടു. വിളിച്ചോ? 2 മാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. വന്നോ? ആണോ? ആ കണ്ടോ, മാൻ ഓടി പോകുന്ന കേട്ടാ, അടിപൊളി കണ്ട. ആ ഇതുണ്ട്. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന 2 മാനുകളാണേ. ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അപ്പുറത്ത്. പക്ഷെ അതിൽ നിന്ന് 2 മാത്രമാണ് ഈ ഓടിപ്പോകുന്നത്. അതുകൊണ്ട് ആ ബുഷിൻ്റെ ഇടയ്ക്ക് കയറി കഴിഞ്ഞു. ഈ മാനുകളൊക്കെ വേറെ ഏതോ ഒരു സംഭവത്തെ കണ്ടിട്ട് ഓടിയിട്ടാണ് കേട്ടോ. എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്താണ് നോക്കാൻ പോകാറുണ്ട്. അതെ, കിട്ടും. ഇവിടെ ഇതുപോലെ ഒരു ചെറിയൊരു കാട് പോലെയുണ്ട്. ഇതിനകത്തുനിന്നാണ് ആ മാനുകൾ ഇറങ്ങി ഓടിയത്. പക്ഷെ എന്തിനെ കണ്ടിട്ടാണ് അത് ഓടിയതെന്ന് നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. നമ്മളെല്ലാവരും കൂടെ ജസ്റ്റ് അതെന്താണെന്ന് ഒന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടി പോകണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു കാട് പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു തോട് പോലെ അല്ലെങ്കിൽ ചെറിയൊരു കാട്ടരുവ് പോലെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളിങ്ങനെ കയറി പോകാൻ പോകണം. എന്തെങ്കിലും ഉണ്ടടാ? എങ്ങനെയാണ് എവിടെ എത്തും എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഇത് ശരിക്കും ഒരു പ്രോപ്പർ കാടാണ് കേട്ടോ. ഇതിനകത്തേക്ക് എന്ത് അനിമൽസാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വഴിയോ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പം ഞങ്ങളിങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. ചെല്ലുമ്പോൾ അറിയാം അല്ലടാ. അതെ, നേരത്തെ കണ്ട മാനുകൾ ഇവിടെ എന്തോ ഒരു ജീവിയെ കണ്ടിട്ട് ഓടുന്ന ഒരു ഇതാണ് നമുക്ക് കണ്ടത്. അപ്പോൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയത്. ഇതുകൊണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ചതുപ്പ് കാണാൻ പറ്റുന്നുണ്ട്. താഴുന്നുണ്ടല്ലേ ഇത് കണ്ടോ, ഇതെല്ലാം താഴ്ന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേരുകളുണ്ടെങ്കിൽ അത് ചവിട്ടി അപ്പുറത്തേക്ക് പോകാനേ നമുക്ക് വഴിയുള്ളൂ. അപ്പുറത്തായിട്ട് നീല കളറിലുള്ള പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലമില്ലേ, അതിൻ്റെ ഒരു ബൗണ്ടറിയാണ് കേട്ടോ. എന്താ പറയുക എവിടെ? അടിപൊളി. നമ്മളിപ്പോൾ എത്തിക്കുന്നത് ഒരു ഹോഴ്സ് ഫാമിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ. കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ നിൽക്കുന്നതിൻ്റെ കുറച്ച് ദൂരമായിട്ട് അതൊരു അതെ അതെ കണ്ടോ, കുതിരകൾ ഇങ്ങോട്ട് വരികയാണ്. അത് നമ്മളെ കണ്ടു കഴിഞ്ഞു നമ്മളിവിടെ നിൽക്കുന്നതേ. കുതിര ഫാമിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കിത് കണ്ടോ, ചെറിയൊരു അരുവ് പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. കാണുന്നുണ്ടോ അത്? ആ ഹാ ഹാ അതെ. ഇതുണ്ടോ, അവിടെ താഴെയായിട്ടേ നമുക്ക് മാനിൻ്റെ കാൽപ്പാടുകൾ കാണാൻ പറ്റുന്നുണ്ട്. കാണിച്ചു തരാം. ഇതുണ്ടോ, മാനുകൾ ചാടിപ്പോയതിൻ്റെ ആ ഒരു കാൽപ്പാടുകളാണ് ഇവിടെ. ഏകദേശം 5:30 ആയിട്ടുണ്ട്.
സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മുടെ ആ ഒരു ഫാമിൻ്റെ വ്യൂ ആണിത്. കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടേ ഇപ്പോൾ ഈ പാടം ഇങ്ങനെ അവർ ഇളക്കി മറിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇനി അടുത്ത കൃഷി എന്താണോ അത് ചെയ്യാനുള്ള ആ ഒരു ടൈമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ ഫുള്ള് റെഡിയാക്കി ഇട്ടേക്കാണ്. അപ്പോൾ ഇവിടെ ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു പച്ച പുല്ല് മാത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ രാവിലെ വരികയാണെങ്കിൽ, അതായത് ഗോഡ്സൺ, ഈ റെഡ് ഹില്ല്, ഇതിനോടൊക്കെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഇതിനടുത്ത് വരികയാണെങ്കിൽ ഈ സമയത്ത്, അതായത് ഏകദേശം രാവിലെ ഒരു 5 മണി 6 മണി ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ മാനുകളെയും അതുപോലെ കുതിരകൾ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളെ കാണാൻ പറ്റും. ഈ വഴി ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ തടി കൊണ്ട് ചെറിയൊരു പാലം പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റും. എന്തു പറ്റി? അങ്ങോട്ട് നടന്നു പോയിട്ട് എല്ലാവരുടെയും കാലിലെല്ലാം ഫുള്ള് ചെളിയായിട്ടുണ്ട്. കാരണം അത് ഉഴുത് മറിച്ചേക്കുന്ന ഒരു പാടമാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഈ മാനുകളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ നമ്മുടെ ഗോവ ട്രിപ്പ് കണ്ടവർക്കറിയാം, നിതിനൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നിതിനിപ്പോൾ ഞങ്ങളുടെ കൂടെ UK യിലേക്ക് വന്നേക്കാണ്. നിതിനുണ്ട്, അമ്മച്ചേച്ചിയുണ്ട്, വിഷ്ണുണ്ട്, ആതിരയുണ്ട്. ഇതൊരു ഫാം ഹൗസാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു പുൽമേടിലാണ് ഈ മാനുകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ വന്നാൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഒരു സമയം കഴിയുമ്പോൾ ഇതൊക്കെ ഓടിപ്പോവും. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും വിശന്ന് റെഡി ആയിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്. താങ്ക് യു. ഇതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രാവിലെ ഒരു 7:30-8 മണിയായ ആ ഒരു പ്രതീതി ഉണ്ട് ഇവിടെ. പക്ഷേ ഇപ്പം കണ്ടോ, ഇത് ഇവിടെ രാവിലെ 5:20 സമയം. നമ്മൾ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ച് മാത്രമുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് രാവിലെ ഈ പറഞ്ഞ ജീവികളൊക്കെ നമുക്കിവിടെ തൊട്ടടുത്ത് കാണാൻ പറ്റും. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.